ഹായ്, ഞാൻ സുബീഷ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയൊരു ഓട്ടോമാറ്റിക് പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. നമ്മൾ മെയിനായിട്ട് ഈ ബയോഫ്ലോക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് ബയോഫ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ പോലും നമുക്ക് എയർ തടസ്സപ്പെടാൻ പാടില്ല. എയറേറ്ററിൽ നിന്ന് പോകാനോ അല്ലെങ്കിൽ പവർ ഫെയിലിയർ വരാനോ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മീനുകളെല്ലാം ചത്തു പോകാനോ ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു എയർ സെൻസ് ചെയ്യും. എയർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും കാരണവശാൽ എയർ മിസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ബസറടിക്കാൻ തുടങ്ങും. നമുക്കൊരു അറിയാൻ പറ്റും കറണ്ട് പോയതാണോ അല്ലെങ്കിൽ എയർ കട്ടായി പോയോ കംപ്രസർ കേടുവന്നോ അങ്ങനെ എന്തെങ്കിലും പല ഇഷ്യൂസും വരാമല്ലോ. അങ്ങനെ എന്ത് കാരണവശാലും ഇതിൻ്റെ അകത്തേക്ക് എയർ വന്നിട്ടില്ല എങ്കിൽ ഇത് ബസറടിക്കാൻ തുടങ്ങും. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി സിസ്റ്റം വരുന്നുണ്ട്. 2 ദിവസം ബാക്കപ്പ് വരുന്ന ലിഥിയം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് 2 മോഡൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്, AC ഇന്ന് കൊടുത്തിട്ടുണ്ട്, ഇന്ന് 1, ഔട്ട് 1, ഇന്ന് 2, ഔട്ട് 2. ഇത് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ AC കൊടുത്തു, ന്യൂട്രലും ഫേസും കൊടുത്തു, ഇതൊന്നൊരു ഔട്ട് കണക്ഷൻ കൊടുത്തു മോട്ടറിലേക്കുള്ള. പിന്നെ ഇവിടെ ഒരു DC ഇന്ന് ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററി പുറത്തുനിന്നാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചെറിയൊരു DC കോഡ് കേബിൾ വെച്ചിട്ട് ഇതുപോലത്തെ DC കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പവർ വർക്ക് ചെയ്യിക്കാം. ഇതിപ്പം ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ എയർ ഇന്ന് നമുക്ക് എയർ ഈ വഴിയിലൂടെയാണ് എയർ നമുക്ക് സെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എയർ ഇവിടെ കണക്ട് ചെയ്യണം. അതിനൊരു ട്യൂബ് ഉണ്ട്, അത് കണക്ട് ചെയ്യാം. ട്യൂബ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ട്യൂബ് വരുന്നത്. ഇത് നമ്മളെ RO ട്യൂബാണ്, അതായത് വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തിനൊക്കെ വരുന്നൊരു ട്യൂബ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പറാണ്, പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകത്തില്ല, നല്ല ടെമ്പറിൽ കിട്ടും. എത്ര പ്രഷർ വന്നു കഴിഞ്ഞാലും ഇതിനൊന്നും സംഭവിക്കില്ല. പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് അഴിഞ്ഞു പോകത്തില്ല, അതൊരു പ്രത്യേകത തന്നെയാണ്. അതായത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഈ ലോക്ക് നമുക്ക് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ ലോക്ക് അഴിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ ഇത് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, അതായത് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വലിച്ചാൽ മാത്രമേ ഇത് ഊരിപ്പോരത്തുള്ളൂ, അല്ലാത്ത രീതിയിൽ ഇത് ഊരിപ്പോരില്ല. അങ്ങനെ പ്രസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഈ പൈപ്പ് ഇവിടെ സേഫാണ്. അപ്പം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതിലേക്കൊന്ന് പവർ കൊടുത്ത് നോക്കാം. ജസ്റ്റ് പവർ ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 മോട്ടറിൻ്റെ പകരമായിട്ട് 2 ബൾബാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. 2 ബൾബ് ഇവിടെ ഉണ്ട്. ഒന്ന് ക്യാമറയിൽ ലൈറ്റ് വരണ്ടെന്ന് വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചതാണ്. ഒരു ബസറടിക്കുന്ന ഇങ്ങനെ കേൾക്കാം. അതെന്താണെന്ന് വെച്ചാൽ ബസറടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് എയർ വന്നിട്ടില്ല. ഞാൻ എയർ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു തലയാണ് ഇവിടെ കിടക്കുന്നത്. എയർ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എയർ ബസറടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എയർ കണക്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കംപ്രസറില്ല, കംപ്രസർ അപ്പുറത്തെ ഷോപ്പിലാണ്, നമ്മൾ അക്വേറിയം ഷോപ്പിലാണ്. ഇത് കണക്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അക്വേറിയം ഷോപ്പിൽ അത്യാവശ്യം സൗണ്ടും മോട്ടറിൻ്റെ സൗണ്ട് എല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് വോയിസ് അത്ര ക്ലിയറിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഡെമോ കാണിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ട്രയൽ വേർഷൻ ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിങ്ങനെയാണ് വരുന്നത്, വേറെ പ്രത്യേകതകളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വേറൊരു മോഡിലേക്ക് പോകും, സെക്കൻഡ് മോഡിലേക്ക് പോകുന്ന കാരണം എന്താ വെച്ചാൽ ഒരു ലൈറ്റ് ഇവിടെ ഓഫായി, അതായത് ഒരു മോട്ടർ ഓഫായി, 2 മോട്ടർ, അതായത് സ്റ്റാൻഡ് ബൈ മോട്ടർ കൊടുക്കുന്നുണ്ടാവും. ഒറ്റ സെക്കൻഡ് അതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്റ്റാൻഡ് ബൈ മോട്ടർ കൊടുക്കുന്നുണ്ടാവും. 2 മോട്ടർ ഉണ്ടെങ്കിൽ ഒരു മോട്ടർ എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത മോട്ടർ
ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് 2 മോട്ടർ കൊണ്ടുവയ്ക്കും. അപ്പോൾ സ്റ്റാൻഡ് ബൈ മോട്ടർ വയ്ക്കും. അപ്പോൾ സ്റ്റാൻഡ് ബൈ മോട്ടർ കണ്ടിന്യൂസ്ലി ഒരു മോട്ടർ നിന്ന് വർക്ക് ചെയ്യാതെ നിർത്തി വെച്ചാലും അത് കംപ്ലൈൻ്റ് ആകും. ഒരു മോട്ടർ തന്നെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്താലും അതും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ചേഞ്ച് ഓവർ സിസ്റ്റം, അതായത് ഒരു 12 മണിക്കൂർ ഒരു മോട്ടർ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മോട്ടർ ഓട്ടോമാറ്റിക് ചേഞ്ച് ആയിട്ട് വർക്ക് ചെയ്യും. ആ രീതിയിലാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി ഞാൻ പവർ ഓൺ ആക്കി തരാം. അപ്പോൾ ഞാനിതിലേക്ക് പവർ ഒന്ന് ഓൺ ചെയ്യാം. അതായത് നമുക്ക് രണ്ടാമത്തെ സെറ്റപ്പ് മോഡിലേക്ക്. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ മോഡലാണ്. രണ്ടാമത്തെ മോഡൽ വർക്ക് ചെയ്യുക പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബൾബിന് വേറെ ഒരു മോട്ടറാണ് സങ്കല്പിച്ചാൽ മതി. ആ ഒരു ബൾബ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ അകത്തൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ 1 മിനിറ്റാണ്. നമുക്ക് തന്നെ കസ്റ്റമേഴ്സിന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു 0 മിനിറ്റ് മുതൽ നമുക്ക് 1 മണിക്കൂർ വരെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലെ ബസർ അടിക്കേണ്ടത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ്. ചിലർ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മോട്ടർ ഓഫാക്കും. ആ ഓഫാകുന്ന അന്നേരം മുതൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം, ഒരു ടൈമർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 1 മിനിറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പിലേക്ക് എയർ വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോട്ടർ ഓഫാക്കിയിട്ട് ഈ ഒരു മോട്ടറിനെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു മോട്ടർ തനിയെ സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് അത് ചേഞ്ച് ആവുന്നതാണ്. അതുവരെ ബസർ അടിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ലല്ലോ, വർക്കും ചെയ്യുന്നില്ല. കാരണം ഇതിലേക്ക് എയർ വന്നിട്ടില്ല. അതിലേക്ക് എപ്പോഴാണ് എയർ വരുന്നത് അപ്പോഴാണ് ഈ ബസർ ഓഫ് ആവുന്നത്. ഒന്നെങ്കിൽ എയർ വരണം, അല്ലെങ്കിൽ നമ്മളിത് ഓഫാക്കിയിടണം. അപ്പം ജസ്റ്റ് ചെറിയ സെക്കൻഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചേഞ്ച് ആവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ ചേഞ്ച് ഓവർ സെറ്റ് ചെയ്തിരിക്കുന്നത് 12 മണിക്കൂറാണ്. 12 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എയർ വന്നാലും വന്നിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ മോട്ടർ സ്റ്റാൻഡ് ബൈ മോട്ടർ വർക്ക് ചെയ്യും. നമ്മളൊരു ചേഞ്ച് ഓവർ സ്വിച്ച് ടൈമറൊക്കെ വെച്ച് ചെയ്യുന്ന നാട്ടിലൊക്കെ എത്രയോ ബെറ്ററാണ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 12 മണിക്കൂർ എന്നുള്ള 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മണിക്കൂറോ 24 മണിക്കൂറോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതന്നെ. ഇതൊന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ് ടൈം, അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ സ്റ്റഡി ഓണാണ്. കറണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ബസർ അടിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മോട്ടർ. സ്റ്റാൻഡ് ബൈ മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്നിട്ടും ബസർ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് എയർ കണക്ട് ചെയ്തിട്ടില്ല. എയർ ഇതിനകത്ത് ഞാനൊന്ന് ഊതി കാണിച്ചു തരാം. അത്രയും പ്രഷറിൽ എനിക്ക് ഊതാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു ഗ്യാപ്പ് ഇട്ടു, ഊതി പിടിച്ചതാണ്. അപ്പോൾ എയർ ഇതിലേക്ക് സെൻസ് ചെയ്ത സമയത്ത് അത് ഓട്ടോമാറ്റിക് ഓഫായി. ഇനിയിപ്പോൾ ഞാനിത് 1 മിനിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബസർ അടിക്കാൻ തുടങ്ങും. അതായത് എയർ വന്നിട്ടില്ല. ഞാൻ 1 മിനിറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബസർ അടിക്കാൻ തുടങ്ങും. അങ്ങനൊരു സിമ്പിൾ പ്രോഡക്റ്റാണ്. ബയോഫ്ലോക്കിൽ മാത്രമല്ല, ഏതൊരു ഫിഷ് ടാങ്കിലേക്കും നമുക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഓവർ സ്വിച്ചായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു സെൻസിങ് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക് തന്നെ ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്തോളും. സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു ചെറിയ കോസ്റ്റിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും വലിയൊരു ഇലക്ട്രിക്കൽ വർക്കൊന്നും അറിയാത്ത ആളുകൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ആകെ 2-3 കണക്ഷനേ വരുന്നുള്ളൂ. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് സെറ്റിങ് 2 രീതിയിൽ ടൈമിംഗ് സെറ്റിംഗ് എന്ന് വരുന്നുണ്ട്. ഒന്ന് ഈ ടൈം, ഇതിപ്പോൾ ഈ 1 മിനിറ്റ്, അതായത് എയർ വന്നിട്ടില്ല, പവർ ഓഫ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ എയർ വന്നിട്ടില്ലെങ്കിൽ ഒരു മിനിറ്റാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത്. അത് 1 മണിക്കൂർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ചേഞ്ച് ഓവറിൻ്റെ ടൈം, അതായത് 12 മണിക്കൂർ ഇടവിട്ട് വർക്ക് ചെയ്യുന്ന ടൈമും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതിപ്പോൾ 1 മിനിറ്റ് ആകുന്നു, ഇപ്പോൾ ആയി തുടങ്ങുന്നു. 1 മിനിറ്റിലും സെക്കൻഡിലും കൂടുതലുണ്ട്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളെ രീതിയിൽ അത്യാവശ്യം ഒരു ലോ കോസ്റ്റിൽ തന്നെ അത്യാവശ്യം എല്ലാ ഒരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ്. നമുക്ക് തന്നെ ഓക്കെ, ഇതിൽ എയർ വന്നിട്ടില്ല, 1 മിനിറ്റോളം എയർ വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫാക്കിയിട്ട് ഈ ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്തു. കാരണം നേരത്തെ ഇതിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഈ മോട്ടർ വിചാരിച്ചു ഈ ഒരു മോട്ടർ വർക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എയർ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മോട്ടറിന് എന്തോ കംപ്ലൈൻറ്റ് വന്നു, അതുകൊണ്ട് എയർ വന്നിട്ടില്ല എന്ന് സെൻസ് ചെയ്തു. സ്വാഭാവികമായിട്ട് ചേഞ്ച് ഓവർ മോഡലായതുകൊണ്ട് അടുത്ത മോട്ടർ വർക്ക് ചെയ്തു. ബസറും അടിക്കാൻ തുടങ്ങി. എയർ വന്നിട്ടില്ല, കാരണം എയർ വന്നിട്ടില്ല. എയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബസർ നിൽക്കുകയും ചെയ്യും, ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ എപ്പോഴാണ് എയർ പോകുന്നത് ആ നേരം ജസ്റ്റ് ഇതങ്ങോട്ട് ഓഫ് ആവുകയും ചെയ്യും, അടുത്ത പമ്പ് റൺ ആവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പവർ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനോ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും അതുപോലത്തെ അനുബന്ധ പ്രോഡക്റ്റുകളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.